ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നലെ രാവിലെ പറഞ്ഞു എനിക്കിനി ആരോടും ബാധ്യതയും കടപ്പാടുമില്ല. അത് മുസ്ലിം ലീഗിനോടുമില്ല, CPM-നോടുമില്ല, പിണറായി വിജയനോടുമില്ല. അപ്പോൾ പിണറായി വിജയനോടും CPM-നോടും കടപ്പാടില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ സ്വതന്ത്രനാവുന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. സർവതന്ത്ര സ്വതന്ത്രൻ. പക്ഷേ ഇപ്പോഴും ആഭിമുഖ്യം CPM-നോടും അല്ലെങ്കിൽ പിണറായി വിജയനോടും. ഞാൻ എന്താണ് പറഞ്ഞത്? രാവിലെ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇവർ വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായിട്ടൊരു ആഭിമുഖ്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലയിലാണല്ലോ. ഒരു രാഷ്ട്രീയ നേതാവിനോടും നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവരുടെ എന്തെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നാളെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടൂലേ എന്നുള്ള വേവലാതി, ആശങ്ക ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞു, എന്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത നിലക്ക് ഇനി എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു രാഷ്ട്രീയ നേതാവിനോടും യാതൊരു തരത്തിലുള്ള ബാധ്യതയുടെയും പ്രതിബദ്ധതയുടെയും പ്രശ്നമില്ല. എന്നിട്ട് എന്നിട്ട് ഞാൻ എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്? 4:30 വാർത്താ സമ്മേളനത്തിൽ വരണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ശരിക്ക് ലൈവായിട്ട് ഇതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായി ഞാൻ എന്തെങ്കിലും പറയും, CPM-നെതിരായി ഞാൻ എന്തെങ്കിലും പറയും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചെങ്കിലേ നിങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കിട്ടൂ. അതുകൊണ്ടാണ് 4:30 ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്ന് പറഞ്ഞത്. കാരണം ഇനി ഞാൻ 4:30 പറയാൻ പോകുന്ന കാര്യങ്ങൾ സർവതന്ത്ര സ്വതന്ത്രമായിട്ടായിരിക്കും. അത് എൻ്റെ നിലപാടായിരിക്കും, നിഷ്പക്ഷമായിട്ടുള്ള എൻ്റെ നിലപാടായിരിക്കും. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, RSS വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കേരളം പോകണമെങ്കിൽ അത് കോൺഗ്രസിലൂടെ സാധിക്കില്ല, മുസ്ലിം ലീഗിലൂടെ സാധിക്കില്ല. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ. അവരാണ് ഇഞ്ചോടിഞ്ച് RSS-നോടും BJP-യോടും പൊരുതി നിന്നിട്ടുള്ളത്. അവർക്കാണ് കേരളത്തിൽ ഏറ്റവും അധികം RSS-നോട് ഏറ്റുമുട്ടി നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നേരെ തിരിച്ചുള്ള, അതായത് സംസ്ഥാനത്ത് ഒരു RSS വൽക്കരണത്തിന് ശ്രമം CPM-ന്റെ ഫെസിലിറ്റേഷനിലൂടെ നടക്കുന്നു എന്ന നറേറ്റീവാണ് സ്പ്രെഡ് ആവുന്നത്, പ്രത്യേകിച്ച് മലബാറിൽ. അതിനെ നേരിടാൻ ശ്രീ KT ജലീൽ പഴയ നവകേരള ജാഥയിലൊക്കെ പിണറായി വിജയന്റെ വലങ്കയായി നിന്നതുപോലെ ഈ ക്യാമ്പയിനെ നേരിടാൻ ജലീൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിന്റെ മുന്നിൽ ഇടതുപക്ഷം ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടിൽ ഒരുപാട് ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ, അതുപോലെ ഗോവിന്ദൻ മാഷ്, സ്വരാജ്, അങ്ങനെയുള്ള ഒരു നിര, ബേബി സാറ്, ഡോക്ടർ തോമസ് ഐസക്, G സുധാകരൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു നിര. ആ നിരയെ മാറ്റി നിർത്തി RSS-നെതിരായിട്ട് ഇവിടെ എന്ത് പോരാട്ടവും എന്ത് കോപ്പും നടത്തും എന്നാണ്. ഈ RSS-നെതിരായി ഒരക്ഷരം എപ്പോഴെങ്കിലും ഫേസ്ബുക്കിൽ പോലും സോഷ്യൽ മീഡിയകളിൽ പോലും വ്യക്തമായിടാത്ത ആളുകൾ ഉൾക്കൊള്ളുന്ന പാർട്ടിക്കാർ വിചാരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഇവരെ കൂടാതെ RSS വിരുദ്ധ പോരാട്ടം, ഹിന്ദു വർഗീയതക്കെതിരായിട്ടുള്ള, ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം, മുസ്ലിം വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം, ക്രിസ്ത്യൻ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം സമ്പൂർണ്ണമാവില്ല. പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇവരുടെ നേതൃത്വവും ഇവരുടെ ശക്തമായിട്ടുള്ള ഇടപെടലും അനിവാര്യമാണ്.